ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഭർത്താവിനെ മാനസികമായി തളർത്തിയിട്ട് അവനെ പ്രയാസപ്പെടുത്തിയിട്ട് പാതിരാവിൽ ഉറങ്ങുന്ന പെണ്ണേ, അള്ളാഹുവിന്റെ പൊരുത്തം നിനക്കില്ല, അള്ളാഹുവിന്റെ തൃപ്തി നിനക്കുണ്ടാവുകയില്ല. പോരാ, സ്വർഗത്തിന്റെ വാസന പോലും അള്ളാഹു നിനക്ക് തരില്ലെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. എന്താണ് പ്രശ്നം? സ്വാതന്ത്ര്യമില്ലത്ര, പ്രൈവസി ഇല്ലത്ര. അല്ലാഹുവേ, എത്ര കുടുംബങ്ങളാ കണ്ണുനീരിൽ കഴിയുന്നതെന്നറിയോ? പാവപ്പെട്ട പ്രവാസികൾ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി പകലന്തിയോളം പ്രവാസ ലോകത്ത് കിടന്ന് ഉരുകി ഉരുകി ജീവിക്കുന്ന പാവങ്ങളല്ല. കയ്യിൽ കിട്ടുന്നതെല്ലാം സ്വരൂപിച്ച് വെക്കുകയാണ്. ഒരു രൂപ പോലും തന്റെ ശരീരത്തിന് വേണ്ടിയോ, തനിക്ക് ദാഹം തീർക്കാൻ വേണ്ടിയോ, തന്റെ ശരീരത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയോ വിനിയോഗിക്കാത്ത പാവപ്പെട്ടവനല്ല. കിട്ടുന്നതെല്ലാം തന്റെ കുടുംബത്തിനായി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. സമ്പാദ്യങ്ങളെല്ലാം കൊടുക്കും, എല്ലാം വാരി കൂട്ടി ശേഖരിച്ചു വെക്കും, മതിയാവുന്നിടത്തോളം തിന്നും. പഠിച്ചവനെ, അവസാനം പാതിരാവിന്റെ നേരത്ത് തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഉരുകി ഉരുകി തീരുന്ന പാപത്തിനെ വഞ്ചിച്ചിട്ട് അല്ലാഹുവേ, സ്നേഹം തേടി, കാമം തേടി, സുഖം തേടി പാതിരാവിൽ അലയുന്നവളെ, അല്ലാഹു നിനക്ക് മാപ്പ് തരുമോ? നിനക്ക് പോകണം, സ്വാതന്ത്ര്യം കിട്ടണം, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണം, എന്റെ അവകാശങ്ങൾ എനിക്ക് നേടണം. അല്ലാഹുവേ, എത്ര പ്രവാസികളുടെ കണ്ണുനീരാ, എത്ര പാപങ്ങളുടെ കണ്ണുനീരാണെന്നറിയോ? വർഷങ്ങളോളം ഒപ്പം ജീവിച്ചു, ഒപ്പം കിടന്നു, ഉള്ളതെല്ലാം പകുത്തെടുത്തു. എന്നിട്ടോ 10, 12, 14 ദിവസങ്ങൾ കൊണ്ട് മാത്രം പരിചയപ്പെട്ടവന്റെ മുമ്പിൽ തന്റെ ഭർത്താവിനെ വലിച്ചെറിഞ്ഞിട്ട്, തന്റെ ശരീരം മുഴുവനും വലിച്ചെറിഞ്ഞിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമക്കളെ പോലും അനാഥകളാക്കിയിട്ട്, ഒരു പ്രതിബദ്ധതയുമില്ലാതെ, ഉത്തരവാദിത്വമില്ലാതെ കുടുംബ ജീവിതം വലിച്ചെറിഞ്ഞു പോകുന്നവരെ അല്ലാഹു മാപ്പ് തരുമോ?